സോ ആ പ്രൊസീജിയറിൽ നമ്മൾ ഫസ്റ്റ് അതിലെന്താ പഠിച്ചത്? ഗ്രാം സ്മിത്ത് ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എനിവൺ? Phi2 of t, phi n of t. അങ്ങനെ ഓർത്തോ നമ്മൾ ഓർത്തോ നോർമൽ ബേസിസ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. നമുക്ക് തന്ന സിഗ്നലിനകത്തുനിന്ന്, അതായത് S1 of t വരെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ തന്ന സിഗ്നൽസിനകത്തുനിന്ന് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തെടുക്കും. We have used this Gram-Smith orthogonalization procedure. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ എല്ലാം പോയി. ഓഡിയോ കേൾക്കുന്നില്ലേ? ഓഡിയോ കട്ടാവുന്നുണ്ടോ? ഓഡിയോ ഹാങ് ആയിട്ടാണ് കേൾക്കുന്നത്. ഇതിപ്പോ ക്ലാരിറ്റി ഇല്ലല്ല തീരെ. ഇതിപ്പോ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ഞാനും ജസ്റ്റ് നോക്കാം എപ്പൊക്കെ ക്ലാരിറ്റി പോകുന്നതെന്ന്. സോ ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ജനറൽ ഇക്വേഷൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് phi1 of t. This phi1 of t find out equation simple ആണ്. S1 of t divided by root E1. S1 of t divided by root E1. ഇനി phi I of t, അതായത് ഫസ്റ്റ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണ് phi1 of t. ഈ phi1 of t find out equation സിമ്പിൾ ഇക്വേഷൻ ആണ്. S1 of t divided by root E1. നെക്സ്റ്റ് phi1 of t കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ചെയ്ത് phi2 of t. phi2 of t മുതൽ phi n of t വരെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ഈ ഇക്വേഷൻസ്. പിന്നെ നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് phi I of t കാണേണ്ടത് ഇസ് നത്തിങ് ബട്ട് gi of t under root 0 to t gi of t the whole square. എല്ലാം കട്ടാകുന്നുണ്ട്. ഒരു മിനിറ്റ്. ഞാൻ എന്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആണോ? ഓക്കെ. ഇതിപ്പോ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നാളെ മുതൽ ഞാൻ ഫോൺ കണക്ട്, പക്ഷെ ഫോൺ ഏത് പൊസിഷനിൽ വെക്കണം എന്നുള്ളത് ഇപ്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ജനറൽ ഇക്വേഷൻ്റെ അകത്ത് ഫസ്റ്റ് വൺ phi1 of t ആണ്. എന്ത് നമ്മളെ ഫസ്റ്റ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ. അതിൽ S1 of t ഡിവൈഡഡ് ബൈ root E1. അതാണ് phi1 of t കാണാനുള്ള ഇക്വേഷൻ. ഇനി phi1 of t കഴിഞ്ഞാൽ നെക്സ്റ്റ് phi2 of t മുതൽ phi n of t, അതായത് 2 മുതൽ എനി വാല്യൂ അപ് ടു n വരെയുള്ള വാല്യൂസിൽ നമുക്ക് phi I of t, അതായത് I can take any values from 1 to m അല്ലെങ്കിൽ 1 to n. അപ്പം അത് കാണേണ്ട ഇക്വേഷൻ ആണ് phi I of t. ഇറ്റ്സ് നത്തിങ് ബട്ട് gi of t ഡിവൈഡഡ് ബൈ root
0 to t gi of t the whole square dt. ഇനി gi of t കാണേണ്ട ഇക്വേഷൻ എന്നാൽ gi of t is nothing but si of t minus summation j equal to 1 to I minus 1. ഇപ്പം ഐക്കിന്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മൾ ജെന്റെ വാല്യൂ, അതായത് നമ്മൾ കാണേണ്ടത് ഐന്റെ വാല്യൂ 2 ആണെങ്കിൽ ജെന്റെ വാല്യൂ വിൽ ബി 1 to 2 minus 1, that is 1 to 1. അപ്പം ജെന്റെ വാല്യൂ അതായത് നമ്മൾ 5 1 of t വരെ കാണണം. S2 1 5 1 of t. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്താൽ പെട്ടെന്ന്. അഭിജിത്ത് കാണുന്നില്ലേ? ഇപ്പൊ കുഴപ്പമുണ്ടോ? ടീച്ചർ ഇപ്പം കുഴപ്പമില്ല, ക്ലിയറാ. ഓക്കെ, ഇത് നിങ്ങളത് പെട്ടെന്ന് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുമോ? എങ്ങനെയുണ്ട്? ഇപ്പൊ പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. സോ ഫസ്റ്റ് question is to find orthonormal basic function. Orthonormal basic function കാണാനാണ്. And we have to represent the three signals S1 of t, S2 of t, S3 of t. Usually Gram-Schmidt orthogonalization procedure നമുക്ക് ക്വസ്റ്റ്യൻസ് തരുക വെച്ചാൽ S1 of t, S2 of t, S3 of t, S4 ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു സിഗ്നൽ വേവ് ഫോം ആണ് യൂഷ്വലി നമുക്ക് തരുക ക്വസ്റ്റ്യനിൽ. സോ S1 of t ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇറ്റ് ഹാവ് വാല്യൂ ഫ്രം 0 to 1 and it is 2. And S2 of t ൻ്റെത് it have values from 0 to 2 and it have values of -4. And S3 of t എന്ന് പറഞ്ഞാൽ it have value from 0 to 3 and it is 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മൂന്ന് വേവ് ഫോം, അതായത് S1 of t, S2 of t, S3 of t. നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് we have to find the orthonormal basis function, that is phi1 of t, phi2 of t and phi3 of t we have to find. And we have to, after finding this, we have to express this signal as a linear combination of this orthonormal basis function. അപ്പൊ ഇതാണ് നമുക്ക് കാണേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് phi1 of t, phi2 of t, phi3 of t. ക്വസ്റ്റ്യനിൽ തരുക ഇത്ര മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തരൂ. ദാറ്റ് ഈസ് നമുക്ക് 3 സിഗ്നൽ വേവ് ഫോം, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ചിലപ്പോൾ 2 സിഗ്നൽ വേവ് ഫോം തരാം, ചിലപ്പോൾ 4 സിഗ്നൽ വേവ് ഫോം തരാം. കൺസിഡർ നമുക്ക് ഇപ്പം തന്നിട്ടുള്ളത് S1 of t, S2 of t, S3 of t എന്നുള്ള 3 സിഗ്നൽ വേവ് ഫോം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് എന്തെന്നാ, ഫസ്റ്റ് ഏത് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനാ കാണണ്ടേ? phi1 of t ആണ് കാണേണ്ടത്. സോ phi1 of t കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ we already know phi1 of t is nothing but S1 of t divided by root e1. ബോർഡിൽ ക്ലാരിറ്റി കുറവൊന്നുമില്ലല്ലോ? ഐ തിങ്ക് ഇപ്പം എന്താ ഇപ്പം ഉണ്ടോ? ഞാനിവിടെ ലാപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് ലാപ്പിൽ കുഴപ്പമില്ലാണ്ട് കാണുന്നുണ്ട്. സോ നമ്മൾ ആദ്യം കണ്ടത് phi1 of t ആണ്. phi1 of t കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് S1 of t ആണ്. S1 of t നമുക്കറിയാം. സോ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എല്ലാവർക്കും? നിങ്ങൾ എല്ലാവരും ഈ ഗ്രാഫ് വേണമെങ്കിൽ വരച്ചൊന്ന് വെച്ചേ കൂടെ തന്നെ, ജസ്റ്റ് ഒന്ന് എല്ലാം എഴുതാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിൽ
ഫൈൻഡ് ചെയ്യേണ്ടത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ആണ്. ആഫ്റ്റർ ഫൈൻഡിങ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വി ഹാവ് ടു റെപ്രസെന്റ് ഇൻ ടേംസ് ഓഫ് S1 of t, S2 of t and S3 of t. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 3 സിഗ്നൽ വേവ് ഫോം. ഇനി നമ്മളിവിടെ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് φ1 of t ആണ്. φ1 of t ഫൈൻഡ് ചെയ്യാൻ we have the equation S1 of t divided by root E1. So this is our φ1 of S1 of t. S1 of t ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പൊ റൂട്ട് E1 ആണ് എങ്ങനെയാ? E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് ദ സിഗ്നൽ S1 of t ആണ്. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് ദ സിഗ്നൽ S1 of t. S1 of t സിഗ്നലിന്റെ എനർജിയാണ് E1. സോ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ? ഇറ്റ് ഈസ് ഫ്രം 0 to 1 ആണ്. സോ 0 to t ആണ് എനർജിന്റെ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ദ റേഞ്ച് ഈസ് ഫ്രം 0 to 1. സോ 0 to 1 S1 square of t dt ആണ് എനർജിന്റെ ഇക്വേഷൻ. ഹിയർ S1 square എന്ന് പറഞ്ഞാൽ എന്നാ? വാല്യൂസ് എന്നാ? അല്ല, S1 of t ന്റെ വാല്യൂ എത്രയാ? ഓവർ 0 to 1 അതിന്റെ വാല്യൂ 2 ആണ്. സോ 0 to 1 2 square dt. ഇറ്റ്സ് നത്തിങ് ബട്ട് 4. അപ്പൊ നമുക്ക് E1 ന്റെ വാല്യൂ 4 ആയി കിട്ടി. സോ φ1 of t എന്താ? φ1 of t is equal to S1 of t divided by root 4. It's nothing but half of S1 of t. ഇത്ര ക്ലിയർ ആണോ? എല്ലാവരും ഒരു മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് φ1 of t കിട്ടി. φ1 of t എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഓഫ് S1 of t. അപ്പൊ ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ φ1 of t എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് φ1 of t നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഇറ്റ്സ് നത്തിങ് ബട്ട് ഇതിന്റെ ഹാഫ്. ഇത് ഡിവൈഡഡ് ബൈ 2. അപ്പൊ 0 to 1 ഓവർ ദ ഇന്റഗ്രൽ 1. ഇതാണ് നമ്മൾ φ1 of t. നമ്മളപ്പം φ1 of t ഫൈൻഡ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ φ1 of t, ഇപ്പം 4 വേവ് ഫോം തന്നാലും φ1 of t കാണാനുള്ള സ്റ്റെപ്പ് ഇത് സെയിം ആണ്. കാരണം ഒന്നും നമുക്ക് ഇന്റർമീഡിയറ്റോ അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ഒന്നും φ1 of t കാണണ്ട. ഏത് ക്വസ്റ്റ്യനിലായാലും φ1 of t കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. ഫസ്റ്റ് സിഗ്നൽ എടുക്കുക, അതിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് ആ ഫസ്റ്റ് സിഗ്നലിന് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത എനർജി വാല്യൂനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് എനർജിന്റെ റൂട്ട് വാല്യൂനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് φ1 of t കിട്ടിക്കഴിഞ്ഞു. സോ ജസ്റ്റ് നിങ്ങൾ φ1 of t എവിടെയെങ്കിലും വരുന്നത് വെച്ച് ഒരു പേപ്പറിൽ φ1 of t ഫസ്റ്റ് φ1 of t വരുന്നത് വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. φ1 of t നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് 0 to 1 പറഞ്ഞ ഇന്റർവെല്ലിൽ φ1 of t is nothing but 1. φ1 of t വരുന്നെന്ന് വിചാരിക്കുന്നു. ക്ലാരിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അഭിജിത്ത്? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? φ2 of t ആണ് കാണേണ്ടത്. നമുക്ക് φ1 of t കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് φ2 of t. φ2 of t കാണേണ്ട ഇക്വേഷൻ എങ്ങനെയാ? φ2 of t എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മൾ ആദ്യം ഇന്റർമീഡിയറ്റ് കാണണം. ദാറ്റ് ഇസ് G2 of t. φ2 എന്ന് പറയുമ്പോൾ G2 ഡിവൈഡഡ് ബൈ ആ G2ന്റെ എനർജി. നമ്മൾ ആദ്യം G2 കാണും, ആ G2നെ പ്ലോട്ട് ചെയ്യും, എന്നിട്ട് അതിന്റെ G2ന്റെ എനർജി. ഇറ്റ്സ് നത്തിങ് ബട്ട് E2. ഇതാണ് φ2 of t കാണേണ്ട ഇക്വേഷൻ. സോ G2 of t കാണേണ്ട ഇക്വേഷൻ എന്താ? ഇറ്റ്സ് നത്തിങ് ബട്ട് S2 of t മൈനസ് S21 into φ1 of t. ഇത് നേരത്തെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. Gi of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐന്റെ വാല്യൂ 2 ആണ്. സോ Si of t മൈനസ് സമ്മേഷൻ j equal to 1 to i minus 1 Sij into φj of t എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് ജനറൽ ഇക്വേഷൻ. ജനറൽ ഇക്വേഷന്റെ അകത്ത് ഹിയർ we have to find G2 of t. അപ്പം
ഐന്റെ വാല്യൂ 2 ആണ് നമുക്ക് കിട്ടി. സോ ഈ ഇതിലേക്ക് 2 ഈ ഐന്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി ഗെറ്റ് S2 of t minus summation j equal to 1 to 1 S2 1 into phi 1 of t. ഈ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ജെക്ക് ഒറ്റ വാല്യൂ ടേക്ക് ചെയ്യാനുള്ളൂ. 1 to 1 ആണ് ഓർ 1. സോ ഇത് തന്നെയാണ് നമ്മൾ മുകളിൽ എഴുതിയത്. ഇനി നേരെ മറിച്ച് ഇപ്പൊ Phi3 കേസിലാണെങ്കിൽ ഐക്ക് അല്ലെ G3 ആണ് കാണേണ്ടത്. G3 കേസിൽ ഐന്റെ വാല്യൂ 3 ആവും. സോ ഹിയർ 3 ആവും. പിന്നെ 1 to 3 minus 1 എന്ന് പറയുമ്പോൾ 2 ആവും. സോ വി ഹാവ് ടു ഫൈൻഡ് Phi2 ഓൾസോ വി ഹാവ് ടു ഫൈൻഡ്. ഒന്ന് Phi 1 കാണണം, പിന്നെ 2 കാണണം. സമ്മേഷൻ രണ്ട് വാല്യൂസ് ടേക്ക് ചെയ്യും. ഒന്ന് 1 to 2 അല്ലെ 1 to 3. സോ ഇതാണ് നമ്മുടെ G2 of t. G2 of t യില് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പ്രൊജക്ഷൻസ് കാണണം. സോ വി ഹാവ് ടു ഫൈൻഡ് S21. S21ന്റെ ഇക്വേഷൻ എന്നാ നമുക്കറിയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള S2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് 0 to 2 minus 4. ഇതായിരുന്നു നമ്മളെ S2 of t. ഇനി phi 1 of t നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇറ്റ്സ് നത്തിങ് ബട്ട് 0 to 1 1. ഇതാണ് നമ്മുടെ phi 1 of t. അപ്പൊ S2 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റഗ്രൽ 0 to t S2 of t into phi 1 of t dt ആണ്. ഇങ്ങനെയാണ് S2 of t നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മൾ ഈ S2 of t S2 of t യും phi 1 of t രണ്ടും കൺസിഡർ ചെയ്യണം. S2 of t ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. phi 1 of t നമുക്ക് ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. സോ ഇതിന്റെ രണ്ടിന്റെയും ലിമിറ്റ് അല്ലെ ഇതിന്റെ രണ്ടിന്റെയും കോമൺ ഡ്യൂറേഷൻ ഇടാൻ നോക്കും. ഹിയർ വി ഹാവ് ദ ഡ്യൂറേഷൻ 0 to 2 and here we have the duration 0 to 1. So 0 to 2 0 to 1 അതിലെ കോമൺ ഡ്യൂറേഷൻ ഏതാ? 0 to 1 മാത്രമേ ഉള്ളൂ. കാരണം 1 to 2 നമ്മളൊരു കോമ്പിനേഷൻ ഇവിടെ ഇല്ല, phi 1 of t ഇല്ല. അപ്പൊ നമ്മൾ ഡ്യൂറേഷൻ എത്ര എടുക്കേണ്ടത്? 0 to 1. 0 to 1 S2 of t ന്റെ വാല്യൂ എത്രയാ? -4. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ആൻഡ് phi 1 of t ന്റെ വാല്യൂ 0 to 1 എത്രയാ? 1. സോ S21 എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് -4 ആണ്. ഇത്രയും ക്ലിയർ ആണോ? S21ന്റെ വാല്യൂ എഴുതുന്നത് ക്ലിയർ ആണോ? എല്ലാരും ഒന്ന് മെസ്സേജ് ചെയ്യണേ. ജസ്റ്റ് പ്രസന്റ് ആയിരിക്കുന്നവരെല്ലാവരും. ആർക്കും ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. അരുൺ, അശ്വിൻ, ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എന്തായാലും ഗ്രാംസ്മിറ്റ് ഒരു പ്രോബ്ലം എന്തായാലും വരും. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. ഈ ഒരു പ്രോബ്ലം മനസ്സിലായ ഏത് പ്രോബ്ലം ചെയ്യാനും പറ്റും. സോ S2 ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നൗ സ്റ്റേറ്റ് ചെയ്യുന്ന S21 into phi 1 of t. S21 എന്ന് പറഞ്ഞാൽ എന്താ? S21 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ വാല്യൂ -4 ആണ്. അപ്പൊ -4 into phi 1 of t. സോ S21ന്റെ വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. S21 എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് -4 ആണ്. സോ S21 into phi 1 of t എന്ന് പറയുന്നത് നമ്മൾ phi 1 of t S21ന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് -4 into phi 1 of t. അപ്പം നമുക്കറിയാം 0 നമ്മുടെ phi 1 of t എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ചെയ്തത് 0 to 1 ഓവർ ദ ഡ്യൂറേഷൻ ആണ്. 1 ആണ് വാല്യൂ. സോ ഇൻറ്റു -4 എന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് നേരെ തലതിരിഞ്ഞ് വരും. ഗ്രാഫിന്റെ വാല്യൂ -4 ആണ്. ഇതാണ് നമ്മളെ S21 into phi 1 of t. ഇത്രയും ക്ലിയർ ആയിനോ? നമ്മൾ ഒന്നുമില്ല, S21ന്റെ വാല്യൂ ആണ്. ആ വാല്യൂ ഇൻറ്റു phi 1 of t അത് നമ്മൾ പ്ലോട്ട് ചെയ്യും. ഇത് ക്ലിയർ ആണോ? നമുക്ക് ഈ ഇക്വേഷൻ ആണ് കാണേണ്ടത്. G2 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. G2 ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം S2 of t നമുക്കറിയാം, ക്വസ്റ്റ്യനിലുണ്ട്.
S21 നമുക്ക് ഫൈൻഡ് ചെയ്യണം. S21 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ചെയ്ത് -4 ആണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് S21 × 5(1)(t) ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. അതിന്റെ ഗ്രാഫ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തു. കാരണം S21 വാല്യൂ -4. സോ -4 ഇൻറ്റു ദിസ് 5(1)(t) എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇവിടെ -4, അതായത് 1 ഇൻറ്റു -4 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആക്സിസ് ആയി, മൈനസ് ഡയറക്ഷനിലേക്ക് വന്നു. ഗ്രാഫ് തലതിരിഞ്ഞ് വന്നു. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 0 to 1 ചെയ്യും. ഇത്രയും ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ്. അരുൺ, അശ്വിൻ, സനില ഇവരൊക്കെ മെസ്സേജ് ഞാൻ കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓക്കെ. സനില എസ്, അരുൺ, അശ്വിൻ ഓക്കെ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ S21 5(1)(t) ഗ്രാഫ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മൾ G2 കാണണം. G2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ S2 ഉണ്ടാക്കണം. അതായത് നമ്മൾ ഈ ഗ്രാഫ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പം ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2ന്റെ ഇന്റർവെൽ നമുക്കറിയാം 0 to 2 ആണ്. ഇവിടെ നമുക്ക് ഇന്റർവെൽ 0 to 1 ആണ്. അപ്പം ഈ ഗ്രാഫ് ഇതിന്റെ അകത്ത് സബ്ട്രാക്ട് ചെയ്ത് എത്രയായിട്ടും ഇതിപ്പം 0 to 2 ആണ് ഇന്റർവെൽ ഉള്ളത് S2. നമുക്ക് ഇവിടെ കിട്ടിയ ഈ ഗ്രാഫ്, അതായത് S2 നമുക്ക് ഈ ഒരു ഗ്രാഫ് സബ്ട്രാക്ട് ചെയ്യണം. ഈ ഗ്രാഫിന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്കറിയാം ഈ ഗ്രാഫ് ഇതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഈ ഗ്രാഫ്. അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവർ ഏതാ? ദിസ് ഈസ് ദ ലെഫ്റ്റ് ഓവർ. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഓവർ പോർഷൻ. സോ അതിന്റെ ഇക്വേഷൻ ഇപ്പൊ എന്താ വരിക? സോ G2(t) എന്ന് പറഞ്ഞ ഗ്രാഫ് എങ്ങനെയാ വരിക? സോ G2(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1 to 2 -4. ഒന്നുമില്ല, അത് G2(t) S2(t) മൈനസ് ഇതാണ് ഇക്വേഷൻ. ആദ്യം നമ്മൾ അതിൽ S21 ഫൈൻഡ് ചെയ്യും. S21 ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ S21 × 5(1)(t) നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 5(1)(t) മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരക്കും. ആ ഗ്രാഫിന, അതായത് ഈ ഗ്രാഫിന നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഗ്രാഫ് വെച്ച് സബ്ട്രാക്ട് ചെയ്യും. ക്വസ്റ്റ്യനിൽ തന്ന ഗ്രാഫ് 0 to 2 ആണ്. നമ്മളിപ്പോ പ്ലോട്ട് ചെയ്ത ഗ്രാഫ് 0 to 1 ആണ്. അപ്പൊ ആ 0 to 1 എന്ന് പറഞ്ഞ പോർഷൻ ഫസ്റ്റ് ഗ്രാഫ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവർ എന്നാ 1 to 2 ആണ് ലെഫ്റ്റ് ഓവർ. 1 to 2 which take values -4. So G2(t) ന്റെ വാല്യൂ എന്നാ 1 to 2 which take -4. ഇത്രയും ക്ലിയർ ആണോ? ഓ മനസ്സിലായില്ലേ? ക്ലിയർ ആണ്. എല്ലാരും ഒന്ന് ക്ലിയർ ആവാത്തവര് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ക്ലിയർ അല്ല ഒന്നും കൂടി പറഞ്ഞുതരാം. കാരണം ഞാൻ പിന്നെയും പറയുന്നതാണ്, ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ക്ലിയർ അല്ല. ഓക്കെ, നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് G2(t) ആണ്. G2(t) എന്ന് പറഞ്ഞാൽ നമ്മൾ S2(t) നമ്മൾ ഇക്വേഷൻ പ്രകാരം എഴുതുന്നതാണെങ്കിൽ S2(t) മൈനസ് S21 × 5(1)(t) ഇതാണ് നമ്മുടെ G2(t)ന്റെ ഇക്വേഷൻ. അതില് S2(t) ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ S2(t). 0 to 2 -4. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അത് അങ്ങനെ തന്നെ പ്ലോട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇതിൽ S21 എന്നാൽ നമുക്കറിയില്ല. അപ്പൊ അത് നമ്മൾ ഇക്വേഷൻ പ്രകാരം നമ്മൾ കണ്ടു. S21 എന്ന് പറഞ്ഞാൽ എന്താ? 0 to t S2(t) × 5(1)(t) dt ആണ് ഇക്വേഷൻ. സോ S2ന്റെ വാല്യൂ നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്ത 5(1)ന്റെ വാല്യൂയും കൂടി ഇതിന്റെ കോമൺ ഡ്യൂറേഷനിൽ, അതായത് 0 to 1 ആണ് അതിന്റെ കോമൺ ഡ്യൂറേഷൻ. അതിൽ ഇട്ടിട്ട് നമ്മൾ കാണുന്ന വാല്യൂ ആണ് -4. ഇത്രയും ക്ലിയർ ആണോ ശിശിര? അത്രയും ക്ലിയർ ആയിനോ? നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് S21 അത് കണ്ടുപിടിച്ചു. അപ്പൊ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ S21 × 5(1)(t) എന്ന് പറഞ്ഞൊരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തു. അതായിരുന്നു നമ്മൾ ഈ ഗ്രാഫ്. അതായത് S21 എന്ന് പറയുമ്പോൾ -4 × 5(1)(t) ആ ഗ്രാഫാണ് നമ്മൾ ഈ ഗ്രാഫ്. നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? ഈ ഗ്രാഫും അതായത് S21 എന്ന് പറയുന്ന ഈ സിഗ്നൽ വേവ് ഫോമിന്റെ റെപ്രസെന്റേഷൻ മൈനസ് ഈ റെപ്രസെന്റേഷൻ. സോ ആ രണ്ട് റെപ്രസെന്റേഷൻ എങ്ങനെയാ വരിക? ഇതാണ് നമ്മളെ 0 to 2 -4 എന്നുള്ള S2(t).
ഇതാണ് നമ്മുടെ 0 to 1 S21 5 of t. ഇതിന് ഈ ഗ്രാഫിന് സബ്ട്രാക്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഗ്രാഫിന് ഇതിനകത്ത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഈ പോർഷൻ അങ്ങ് പോയി കിട്ടും. സോ ലെഫ്റ്റ് ഓവർ എത്രയാ? 1 to 2. അതാണ് നമ്മുടെ G2 of t. 1 to 2 -4. ക്ലിയർ ആണോ ശിശിര? എല്ലാവർക്കും ക്ലിയർ ആണ്? അരുൺ, അശ്വിൻ, അപർണ, സനില, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് G2 of t എന്ന് പറഞ്ഞ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. G2 of t ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ നമുക്ക് കൂളായിട്ട് Phi2 of t കണ്ടുപിടിക്കാം. Phi2 of t എന്ന് പറഞ്ഞാൽ എന്താ? G2 of t ഡിവൈഡഡ് ബൈ root of integral 0 to t G2 of t the whole square dt. So G2 of t നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So next we have to find the energy. G2 of t എനർജി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഹിയർ 0 to t ആണ്. സോ ഡ്യൂറേഷൻ ഇവിടെ ഏതൊക്കെ ഡ്യൂറേഷൻ ആണ് ഇവിടെ വാല്യൂസ് ഉള്ളത്? ഓവർ 1 to 2 ഇവിടെ വാല്യൂ ഉള്ളൂ. അപ്പൊ E2 എന്ന് പറയുന്നത് നത്തിങ് ബട്ട് G2 of t ന്റെ എനർജി ആണ്. നത്തിങ് ബട്ട് 1 to 2. 1 to 2 അതിന്റെ വാല്യൂസ് എത്രയാ? -4 ആണ് വാല്യൂ സ്ക്വയർ ഡി ടി. ഇറ്റ്സ് നത്തിങ് ബട്ട് 16 ആണ്. 16 ജൂൾ ആണ് എനർജി വരിക. ഇത്രയും ക്ലിയർ ആണോ? ഒന്നുമില്ല, എനർജി ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. ഇത് ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് Phi2 of t എന്ന് പറയുമ്പോൾ എന്താ? G2 of t ഡിവൈഡഡ് ബൈ √60. സോ 1/4 ഓഫ് G2 of t ആണ് നമ്മുടെ Phi2 of t. സോ നമുക്ക് അറിയാം Phi2 of t ന്റെ ഇക്വേഷൻ പ്രകാരം G2 of t എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫാണ്. സോറി, നമുക്ക് നേരത്തെ വരച്ച ഗ്രാഫാണ് G2 of t. അപ്പം G2 of t എന്ന് പറയുന്നത് 1 to 2 -4 ഉള്ളതാണ് G2 of t. അപ്പം G2 of t ന്റെ 1/4 ആണ് നമ്മുടെ Phi2. അപ്പൊ Phi2 എന്ന് പറയുന്നത് ഈ ഗ്രാഫിനെ ഡിവൈഡഡ് ബൈ 4. So it's nothing but 1 to 2 -4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ -1. ഇതാണ് നമ്മുടെ Phi2. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഈ Phi2 നോട്ട് ഡൗൺ ചെയ്താ? ഓക്കെ, അപ്പൊ നമുക്ക് Phi1 കിട്ടി, Phi2 കിട്ടി. അപ്പൊ Phi1 Phi2 നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. Phi1 എന്ന് പറഞ്ഞാൽ 0 to 1 ഓവർ ദ 1 ആണ് Phi1 of t. ആൻഡ് Phi2 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 -1 ആ വാല്യൂ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് ഗ്രാഫും ഓവർലാപ്പിംഗ് അല്ല. ഇറ്റ്സ് നോട്ട് ഓവർലാപ്പിംഗ്, doesn't exist. Or does not exist here. So ഈ രണ്ട് ഗ്രാഫും ഓവർലാപ്പിംഗ് അല്ല. ഓവർലാപ്പിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ they are said to be orthogonal. And ഇതിന്റെ എനർജി എന്ന് പറയുന്നത് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ Phi3 of t കാണും. Phi3 of t ഓവർലാപ്പിംഗ് ആയിരിക്കില്ല. കാരണം ഇവിടെ Phi1 of t 1 to 2 ആണ്, ഇവിടെ 0 to 1 ആണ്. ഇനി Phi3 ഫൈൻഡ് ചെയ്താൽ ഓവർലാപ്പിംഗ് ആയിരിക്കില്ല. അപ്പം ഫൈനലി നമ്മൾ പറയാം ഇതിന്റെ ഒക്കെ വാല്യൂ 1 ആണ്. ഹിയർ -1 ഉം 1 ഉം ആണ്. അപ്പൊ യൂണിറ്റ് എനർജിയും കൂടി ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ നോൺ വാല്യൂ എന്ന് പറയുന്നത് നോൺ വാല്യൂ 1 അല്ലെങ്കിൽ യൂണിറ്റ് എനർജി ആയിരിക്കും. സോ ഓർത്തോഗണലും യൂണിറ്റ് എനർജിയും ആകുമ്പോൾ ഓർത്തോ നോർമൽ എന്ന് പറയും. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ എഴുതാൻ പോകുന്നത്. സോ ജസ്റ്റ് നമുക്ക് ഇപ്പൊ പറയാം ഇത് രണ്ടും ഓവർലാപ്പിംഗ് അല്ല. നമ്മളിപ്പം ഫൈൻഡ് ഔട്ട് ചെയ്ത Phi1 of t Phi2 of t ഓവർലാപ്പിംഗ് അല്ല. ഓവർലാപ്പിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ it's said to be orthogonal. ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു കുഴപ്പമില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞുതരാം. ആരും ഒന്നും ഒരു പേടിയോ ഒന്നും വേണ്ടതാണ്.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറ്റ്ലീസ്റ്റ് യെസ് ഓർ നോ. Next we have to calculate phi 3 of t. phi 1 of t പെട്ടെന്ന് കാണാൻ പറ്റും. phi 2 of t ല് ഒരു പ്രൊജക്ഷൻ, ഒരു ഇന്റർമീഡിയറ്റ്. ഇനി phi 3 of t ന്റെ കേസിൽ ഇക്വേഷൻ എങ്ങനെയാ? g3 of t divided by root 0 to t g3 dt. അപ്പൊ ആദ്യം g3 of t കാണണം. g3 of t എന്ന് പറയുമ്പോൾ ഐന്റെ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പൊ ജെക്ക് രണ്ട് വാല്യൂസ് എടുക്കാം. ദാറ്റ് ഈസ് i minus 1 ആണ് ജെന്റെ വാല്യൂ. അപ്പൊ 3 minus 1 2. അപ്പൊ ഇതിൽ രണ്ട് വാല്യൂസ് എടുക്കാം, ഒന്ന് 1 ഒന്ന് 2. So g3 of t is nothing but s3 of t minus s31 into phi 1 of t. അതായത് 1 എന്ന് പറഞ്ഞ വാല്യൂ അത് ടേക്ക് ചെയ്തു. നെക്സ്റ്റ് s32 into phi 2 of t. അതായത് 2 വാല്യൂസ് എടുത്തു. അപ്പൊ നമ്മൾ ആദ്യം ഇതിൽ കാണേണ്ടത് ഈ മൂന്ന് ഗ്രാഫ്. ഈ ഗ്രാഫ് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. സോ ഈ ഗ്രാഫും ഫൈൻഡ് ചെയ്യണം, ഈ ഗ്രാഫും ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ഈ ഗ്രാഫിന് സബ്ട്രാക്ട് ചെയ്യണം. അതന്നെ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ. ആദ്യം നമ്മൾ s31 ഫൈൻഡ് ചെയ്യും. s31 ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം phi 1 of t എന്ന് പറയുന്നത് s3 എന്ന് പറയുന്നത് 0 to 3 3 ആണ്. ഇതാണ് നമ്മുടെ s3. phi 1 എന്ന് പറയുന്നത് നമുക്കറിയാം 0 to 1 1 ആണ്. ഇതാണ് നമ്മുടെ phi 1. അപ്പം s3ക്ക് ഇതിന് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 0 to 1 ആണ്. അപ്പം 0 to 1. പിന്നെ s3ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. phi 1ന്റെ വാല്യൂ 1 ആണ്. 3 into 1 dt. It's nothing but 3. ഇനി phi 2 of t ന്റെ വാല്യൂ നമുക്കറിയാം. phi 2 of t ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 ആണ്. ആൻഡ് ഇറ്റ്സ് minus 1 ആണ്. സോ ഹിയർ രണ്ടിലും ഉള്ള കോമൺ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 ആണ്. ഇവിടെ 0 1 2 ആണ്. 1 2 3. അപ്പം ഇതിൽ രണ്ടിലുള്ള കോമൺ ഡ്യൂറേഷൻ, അപ്പൊ s32 കാണുമ്പോൾ ഇതിൽ രണ്ടിലുള്ള കോമൺ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2. 1 to 2 s3ന്റെ വാല്യൂ എന്താ? 3 ആണ്. 1 to 2 phi 1ന്റെ വാല്യൂ -1. സോ ഇറ്റ്സ് -3. അപ്പം s31 ഉം s32 നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഇത് ക്ലിയർ ആണോ? s31 ഉം s32 എഴുതുന്നത്. സനില, ജസീം, ഹിപ്സു ഓക്കെ ആണോ? ഹിപ്സു അത് പ്രസന്റ് ആണോ? ഓക്കെ, ഇതൊക്കെ ഓക്കെ. അപ്പം നമുക്ക് s31 ഉം s32 കിട്ടി. ഇനി നമ്മൾ എന്താ വേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ s31 into phi 1 of t പ്ലോട്ട് ചെയ്യണം, s32 into phi 2 of t പ്ലോട്ട് ചെയ്യണം. അപ്പൊ s31 എന്ന് പറയുമ്പോൾ 3 into phi 1 of t എന്ന് പറയുമ്പോൾ നമ്മൾ s31 into phi 1 of t is nothing but over the duration 0 to 1 ല് 3. ഇതാണ് നമ്മളെ s31 into phi 1 of t. ഇതാണ് നമ്മളെ s31 into phi 1 of t. And next s32 എന്ന് പറയുമ്പോൾ -3. So -3 into -1. അപ്പൊ s32 into phi 2 of t. അപ്പൊ s32ന്റെ വാല്യൂ -3, phi 1ന്റെ വാല്യൂ അല്ലെങ്കിൽ phi 2ന്റെ വാല്യൂ -1. So it will be 1 to 2 +3. അതായത് -3 ഉം -1 ഉം. അപ്പൊ +3. ഇതാണ് നമ്മുടെ s32 into phi 2 of t. ഇത്രയും ക്ലിയർ ആണോ? ഗ്രാഫ് വരയ്ക്കുന്ന ക്ലിയർ അല്ലേ? ഗ്രാഫ് വരയ്ക്കുന്ന ക്ലിയർ ആയിനോ? നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂ s31 ഉം s32ന്റെ വാല്യൂ കറസ്പോണ്ടിങ് phi 1 of t ഉം phi 2 of t ലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രാഫ് വരച്ചു. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ 3 ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ ഇക്വേഷൻ എഴുതാനുള്ള 3 ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. ഇത് നമ്മുടെ s3,
ഇത് നമ്മളെ S31 into 5(1) of t, ഇത് നമ്മൾ S32 into 5(2) of t. നമ്മൾ ഈ ഇന്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കും. കാരണം ഇതില് S31 into 5(1) of t ക്കുള്ളത് 0 to 1 ആണ്. S32 into 5(2) of t ക്കുള്ളത് 1 to 2 ആണ്. ഹിയർ S3 ക്കുള്ളത് 0 to 3 ആണ്. അപ്പൊ നമ്മൾ ഈ ഇന്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇന്റർവെൽ 0 to 1 ല് നമ്മൾ G3 of t കാണുന്നെങ്കിൽ S3 of t ന്റെ വാല്യൂ എത്രയാ? 3 ആണ്. ഹിയർ ഏത് ഇന്റർവെൽ 0 to 1 ഉം 1 to 1 ലും 2 to 3 ക്കും വാല്യൂ 3 ആണ്. അപ്പൊ S3 of t ന്റെ വാല്യൂ 3 ആണ്. ഇനി ഇന്റർവെൽ 0 to 1 ല് ഈ ഗ്രാഫിന്റെ വാല്യൂ എത്രയാ? 3 ആണ്. ഇതിന് വാല്യൂസ് ഇല്ല. 0 to 1 ല് വാല്യൂസ് ഇല്ല. അപ്പൊ -0. അപ്പൊ 3 - 3 0. ഇനി ഇന്റർവെൽ 1 to 2 ല് G3 of t ന്റെ വാല്യൂ എത്രയാ? സെയിം 3 ആണ്. ഇതിന് വാല്യൂ ഉണ്ടോ? വാല്യൂ ഇല്ല. അപ്പൊ 0. ഇനി ഇതിന്റെ വാല്യൂസ് എത്രയാ? 3. അപ്പൊ 3 - 3 0. ഇനി നെക്സ്റ്റ് 2 to 3 ചെക്ക് ചെയ്യും. 2 to 3 ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം S3 of t ന്റെ വാല്യൂ എത്ര? 3 ആണ്. 2 to 3 ഇവിടെ വാല്യൂസ് ഉണ്ടോ? ഇല്ല. ഇവിടെ വാല്യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ -0 -0 ഇറ്റ്സ് നത്തിങ് ബട്ട് 3. അപ്പൊ G3 of t ക്ക് വാല്യൂസ് ഉള്ള ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 2 to 3 ആണ്. സോ 2 to 3 ല് അതിന്റെ വാല്യൂ 3. ഇതാണ് നമ്മുടെ G3 of t. ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞായിരുന്നോ? എല്ലാവർക്കും ക്ലിയർ ആണോ? സൗമ്യ, ശിശിര, പ്രനില ക്ലിയർ ആണ്? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. സോ G3 of t നമുക്ക് കിട്ടിക്കഴിഞ്ഞു. G3 of t കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ 5(3) ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. അപ്പൊ 5(3) of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് G3 of t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0 to t G3 square of t dt. അപ്പൊ G3 നമുക്ക് ഇന്റർവെൽ നമുക്ക് മനസ്സിലായി. അപ്പൊ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 ആണ് വാല്യൂസ് ടേക്ക് ചെയ്യുന്നത്. G3 of t ന്റെ വാല്യൂ 3 ആണ്. അപ്പൊ 3 square dt ഇറ്റ്സ് നത്തിങ് ബട്ട് 9 ജൂൾസ് ആണ് വാല്യൂ വരിക E3 ൻ്റെത്. അപ്പൊ നമ്മളെ 5(3) of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G3 of t divided by root 9. It's nothing but G3 of t divided by 3. അപ്പം ഇതിനെ G3 of t നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5(3) of t കിട്ടും. അപ്പൊ 5(3) of t എത്രയാ? It's nothing but 2 to 3 ഇന്റർവെല്ലിൽ 1. 3/3 1 ആവും. So here 3. So 3/3 1 ആവും. ഇതാണ് നമ്മുടെ 5(3) of t. മനസ്സിലായോ? കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. സോ 5(1) of t നമുക്ക് കിട്ടിയത് 0 to 1 ല് 1, 5(2) of t കിട്ടിയത് 1 to 2 ല് -1, ആൻഡ് 5(3) of t കിട്ടിയത് 2 to 3 ല് +1. ഇത് 5(1) of t into 5(2) of t, ഇത് 5(3) of t. 3 ക്ലിയർ ആണോ? ഒരു 5 മിനിറ്റും കൂടി. അഭിജിത്ത് മനസ്സിലായി? ഇത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഈ നമുക്ക് 3 5(1) of t ഓർത്തോനോമൽ അല്ലെങ്കിൽ ബേസിസ് ഫംഗ്ഷൻ കിട്ടി. ഇനി ഇത് 3 ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഇതിലൊന്നും അപ്പുറം ഇപ്പുറം ഓവർലാപ്പിംഗ് അല്ല. ഓവർലാപ്പിംഗ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓവർലാപ്പിംഗ് അല്ല. അപ്പൊ അതുകൊണ്ട് ഇതായി ഓർത്തോഗണലായി. ഇനി ഇതിനൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം എനർജി എന്ന് പറയുന്നത് 1 ഓട്ടോമാറ്റിക്കലി 1 ആവും. സോ യൂണിറ്റ് എനർജി അല്ലെ നോൺ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഓർത്തോ നോർമൽ. അപ്പൊ നമുക്ക് കിട്ടിയത് ഓർത്തോ നോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. Now we have to express this into S1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
It's nothing but half കൊണ്ട് അത് ഡിവൈഡ് ചെയ്യുന്നത് 2 into phi1 of t. And s2 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's nothing but minus 4 into phi1 of t പിന്നെ plus 4 into phi2 of t. And s3 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 into phi1 of t minus 3 into phi2 of t plus 3 into phi3 of t. ഈ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടിയില്ലെങ്കിൽ നാളെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നും കൂടി. സോ ഒന്ന് എൻജോയ്. സോ ഇത്രയും മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു പ്രോബ്ലം തന്നെ അതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം എങ്ങനെയാ പ്ലോട്ട് ചെയ്യാന്നുള്ളതും പിന്നെ ഈ സിഗ്നലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതും നെക്സ്റ്റ് ക്ലാസ്സിൽ വി ക്യാൻ സ്റ്റഡി. സോ ഇന്നത്തെ ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം.